ആ ചോരക്കറ പഴയകാല ലീഗ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പോവില്ല. ഇനി ചരിത്രത്തെ ആരെ കൊണ്ട് എഴുതിച്ചാലും. ഡൽഹിയിൽ ഒരു കെട്ടിടം പണിതത് കൊണ്ട് മാത്രം ലീഗ് ദേശീയ പാർട്ടി ആകുന്നത് എങ്ങനെ? സാധ്യത എങ്ങനെ നമുക്ക് ദിശ തള്ളിക്കളയാൻ പറ്റുന്നത്? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം. നമസ്കാരം. ജനഭൂമിയുടെ ഒരു പ്രേക്ഷകൻ ഒരു സംശയം ഉന്നയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു വിവരം ജനഭൂമി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന്റെ അവരുദ്ദേശിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പേടിക്കേണ്ട, നമ്മുടെ മലപ്പുറത്തുള്ള പാണക്കാട് മുസ്ലിം ലീഗിനെ തന്നെയാണ് ആ പേര് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ദേശീയ പാർട്ടിയായി മാറിയിരിക്കുന്നു, വളർന്ന് പന്തലിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ അവർ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം? ഇതാണ് പ്രേക്ഷകന്റെ ചോദ്യം. ചോദ്യത്തിൽ ഒരു കഴമ്പുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് കേരളത്തിലെ ഭരണപങ്കാളത്ത് 1967 തൊട്ട് അവർക്കുണ്ട്. പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും അവർക്ക് അംഗങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലെ മുസ്ലിം ലീഗിന് UPA ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേന്ദ്ര ക്യാബിനറ്റിൽ മെമ്പർഷിപ്പും ഉണ്ടായിരുന്നു, മന്ത്രിയും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ലീഗ് അവരുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ വലിയൊരു സൗധം കെട്ടി ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡൽഹിയിൽ അവർ വലിയ കെട്ടിടം വെച്ചതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഡൽഹിയിൽ ഇങ്ങനെ കെട്ടി ഉയർത്തിയ വേറൊരു കെട്ടിടം അവിടെ കിടപ്പുണ്ട് അനാഥമായിട്ട്. അജയ് ഭവൻ എന്ന് പറയും, CPIയുടെയാണ്. അവിടെ കറണ്ട് ചാർജ് കൊടുക്കാനോ വെള്ള ചാർജ് കൊടുക്കാനോ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവ് പോലും അവിടോട്ട് പോകാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എൻ്റെ കുറേ കാലം മുമ്പുള്ള, ഇപ്പോൾ ഇനി പെയിൻ്റ് അടിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. രാജാവ് എന്ന് ഉദ്ദേശിച്ചത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാം. രാജാവ് ഞാൻ കേട്ടത് രാജാവ് എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി ആണോ ഉദ്ദേശിച്ചെന്നുള്ളൊരു സംശയം. അല്ല, കറക്റ്റ്. രാജാവ് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വൻ തന്നെ. രാജാവ് ഒരു പഠനമേ ഉള്ളല്ലേ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം അങ്ങോട്ട് പോകാറില്ല. അല്ല, അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടും കാര്യമില്ല. കേരളത്തിൽ ഇവിടെ വന്നപ്പോഴേ MN സ്മാരകം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു മുറിയിലിരുത്തിയേച്ച് വിനോയ് വിശ്വമാണ്. അദ്ദേഹത്തിനെ കുറേ കാലമായിട്ട് കേരളത്തിലെ നേതാക്കന്മാർ പരിഗണിക്കുന്നേ ഇല്ല. ശരി. അതിൽ ആനി രാജായി കുറിച്ച് ബാക്കി ആർക്കും ദുഃഖവുമില്ല. അല്ലെ, പറഞ്ഞു വന്നത് വേറെ വിഷയമാണ്. ലീഗിലേക്ക് വരാം. അപ്പം ലീഗിലേക്ക് വന്നാൽ ലീഗ് വലിയൊരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട്. കെട്ടിടം പണിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടുന്ന് പോകുന്ന ലീഗ് നേതാക്കന്മാർക്ക് ഡൽഹിയിലെത്തുമ്പോൾ താമസിക്കാനുള്ള സൗകര്യത്തിനാണെങ്കിൽ നന്നായിരിക്കും. അതല്ല, അവരുടെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാകും. ഞാൻ മനസ്സിലായി. ഇപ്പോൾ ഞാൻ അതിനൊന്ന് ഇടപെട്ടെന്ന് പറഞ്ഞോളട്ടെ. നമ്മുടെ പ്രേക്ഷകനൊരു ആവശ്യം ഉന്നയിക്കുന്നു, ഈ വിഷയം നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചത് കൊണ്ട് നമ്മളത് പ്രേക്ഷകന്റെ താല്പര്യം മുൻനിർത്തി നമ്മളത് പരിഗണനയ്ക്ക് എടുത്തു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിൽ ഒരു കെട്ടിടം പണിതത് കൊണ്ട് മാത്രം ലീഗ് ദേശീയ പാർട്ടി ആകുന്നത് എങ്ങനെ? ദേശീയ തലത്തിൽ അവർ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ തർപ്പിച്ച് പറയാൻ സാധിക്കും? അതുകൂടെ പറഞ്ഞിട്ട് നോക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഡൽഹിയിൽ ഒരു കെട്ടിടം പണിഞ്ഞു എന്നുള്ളത് കൊണ്ട് ലീഗിനെ അഖിലേന്ത്യാ തലത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നർത്ഥം ആകുന്നില്ല. ഡൽഹിയിലെ BSPക്ക് ഡൽഹിയിൽ ഓഫീസില്ലായിരുന്നു, ബഹുജൻ സമാജ് പാർട്ടിക്ക്. ഇപ്പോൾ എന്താണ് സ്ഥിതി? അങ്ങനെ പല പാർട്ടികൾക്കും ഡൽഹിയിൽ ആസ്ഥാനമുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് അവർക്കും ഡൽഹിയിൽ ആസ്ഥാനമുണ്ട്. അവർ പിന്നെ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നു. മറ്റ് സംസ്ഥാനത്തേക്ക് അവർക്ക് കാര്യമായി ഒന്ന് കടന്നു വരാൻ പറ്റിയില്ല. ഇപ്പോൾ കേരളത്തിൽ അവർ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് അവർക്കും വലിയ താമസ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വലിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട്, കെട്ടിടം പണി തീർത്തുകൊണ്ടോ കാര്യമില്ല. രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങാൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ലീഗ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അവരുടെ നയപരിപാടികളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, UPAയുമായി ബന്ധമുള്ള ബന്ധം ലീഗ് വലിയൊരു അവസരമായിട്ടാണ്. ഇന്ത്യ മുന്നണി, UPA പേര് മാറി. ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം വലിയൊരു അവസരമായിട്ടാണ് ലീഗ് കാണുന്നത്. അപ്പോൾ ലീഗ് ഈ ഇന്ത്യ മുന്നണിയെ അവസരമായി കാണുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾക്ക് ലീഗുമായിട്ടുള്ള ബന്ധം, ഐക്യം, അത് അവർക്ക് അവസരമാണോ അതോ അത് അനവസരത്തിലുള്ളൊരു ബന്ധമാകുമോ എന്നുള്ളത് ഇപ്പം അങ്ങോട്ട് പറയാറായിട്ടില്ല. ഈ കേരള പ്രോസ്പെക്റ്റ് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ, ആ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സമീപ ജില്ലകളിൽ ചില പോക്കറ്റുകളിലും ഒഴികെ ലീഗിന് വളരാൻ സാധിച്ചതായിട്ടൊരു വിലയിരുത്തൽ ലീഗ് നേതാക്കന്മാർക്ക് പോലും ഇല്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഭാഷ പോലും അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് എങ്ങനെ അവർക്ക് വളരാൻ സാധിക്കും? ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് പറയുമ്പോഴും അവർക്ക് അവിടെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തായിരിക്കും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അതാത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ അത് സ്വീകരിക്കുമോ, തള്ളുമോ, കൊള്ളുമോ? താങ്കളുടെ വിലയിരുത്തൽ. അല്ല, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം വെച്ചാൽ
ഈ ലീഗിനെ കുറിച്ച് അതിലേക്ക് വരുമ്പോൾ നമ്മൾ ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കണം. പിന്നെ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നായിരുന്നു അതിൻ്റെ പേര് ആദ്യം. 1906 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. ആ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വാശിയുമാണ്, പഴയ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വാശിയുമാണ് ഇന്ത്യ വിഭജിക്കാൻ വഴിയൊരുക്കിയത്. വിഭജിക്കാൻ വഴിയൊരുക്കുന്നത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം നടന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ വർഗീയ എത്ര ലക്ഷം മരിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതിന് വഴിയൊരുക്കിയത് ലീഗ് നേതാക്കന്മാരാണ്, അതിന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ആ ചോരക്കറ പഴയകാല ലീഗ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പോവില്ല. ഇനി ചരിത്രത്തെ ആരെ കൊണ്ട് എഴുതിച്ചാലും, ചരിത്രം എഴുതി കൊടുക്കാൻ ആധാരം എഴുതുന്ന പോലെ എഴുതി കൊടുക്കുന്ന ചരിത്രകാരന്മാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അത് എഴുതി കൊടുത്താലും പക്ഷേ ചോരക്കറ അവരുടെ കയ്യിൽ നിന്ന് പോവില്ല. അങ്ങനെ പറയുന്നത് ജിന്നയുടെ ലീഗിനെ കുറിച്ചാണ്. ആ ലീഗിന്നില്ല. പാണക്കാട് തങ്ങളുടെ ലീഗാണ്. അല്ല, പാണക്കാട് തങ്ങളുടെ ലീഗിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ആ ലീഗ് മാറുകയാണ്. 1948 വന്നപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി. അങ്ങനെയാണ് IUML രൂപീകരിക്കുന്നത്. 1948 പാണക്കാട് തങ്ങൾ വന്നു. ആദ്യം ഇത് രൂപീകരിച്ചെങ്കിലും മുസ്ലിം ലീഗിനെ നെഹ്റു വിശേഷിപ്പിച്ച ചത്ത കുതിര എന്നാണ്. പക്ഷെ ചത്ത കുതിരയ്ക്ക് കോൺഗ്രസ്സുകാർ തന്നെ ജീവൻ കൊടുത്ത് ഗർജിക്കുന്ന സിംഹമാക്കി മാറ്റിയത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അതിന് നമ്പൂരിപ്പാടിനും കെ കരുണാകരനും ഏതാണ്ട് തുല്യ പങ്കാളിത്തം, വേറൊന്നല്ലാത്ത പങ്കുണ്ട്. അതിൻ്റെ വിലയും അവർക്ക് ഇനി കൊടുക്കേണ്ടി വരും. അത് വേറൊരു കാര്യം. ഈ രാഷ്ട്രീയത്തിലെ, ഈ ചരിത്രത്തിലെ വില ഒരു സുപ്രഭാതം കൊണ്ട് കൊടുക്കുകയല്ല. വില കൊടുക്കേണ്ടി വരുമ്പോൾ കനത്ത വിലയായിരിക്കും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. ചരിത്രത്തിൻ്റെ ചലനങ്ങൾ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, മുസ്ലിം ലീഗ് ഇവിടെ 1948 കേരളത്തിലുണ്ടായി. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് കോഴിക്കോടിൻ്റെ ചില ഭാഗത്ത് ഒക്കെ മാറ്റി നിർത്തിയാൽ മുസ്ലിം ലീഗിന് മധ്യ തിരുവിതാംകൂറിൽ വന്ന് ഒരു പ്രാവശ്യം ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ PKK വാവ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിച്ചു. അത് സത്യം പറഞ്ഞാൽ RSPയുടെ വലിയൊരു നേട്ടമായിരുന്നു ആ ജയം. കാരണം ജനത്തിനെ കൊണ്ട് വാവായി കൂട്ടി ജയിച്ചതിൻ്റെ ഉത്തരവാദിത്വം RSPക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരി, വാവ ജയിച്ചു. പിന്നീട് യൂനുസ് കുഞ്ഞടക്കം പല ആളുകളും ഇവിടെ മത്സരിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പോയി. അപ്പോൾ വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. പിന്നെ അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അവർ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പുനലൂർ നിർത്തിയത്. പുനലൂർ നിർത്തിയത് തന്നെ ഈ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയോടുള്ള പൂർവ്വജന്മ പക കൊണ്ടാണ് നിർത്തിയത്. അല്ലെങ്കിൽ ആ മനുഷ്യനെ കൊണ്ടുവന്ന് പുനലൂർ കൊണ്ട് നിർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യം എൻ്റെ തീരുമാനമായി. ഇലക്ഷൻ മുമ്പ് തന്നെ തീരുമാനമായി. എന്തായാലും അത് അവിടെ പോയി. പക്ഷേ തിരുവിതാംകൂറിൽ, മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ പിന്നെ ഇവിടം വിട്ടുള്ള നമ്മുടെ മലപ്പുറം വിട്ടുള്ള ഒരു മേഖലയിൽ ഒരു സീറ്റ് വേണമെന്ന് ലീഗിൻ്റെ വാശിയാണ്. എന്തെങ്കിലും ഒരിക്കലും ഒരു സീറ്റ് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ മലപ്പുറവും കോഴിക്കോടും വിട്ട് തൃശ്ശൂരിനിപ്പുറം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടന്നു വരാൻ കഴിയാം എന്നുള്ള ഒരു ധാരണത്തിൽ സൗത്ത് കേരളയിലേക്ക് വരണമെങ്കിൽ അതിന് അവർ കാണുന്ന ഒരു മാർഗ്ഗം അതാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോഴേ താങ്കൾ സൂചിപ്പിച്ച ഈ ഡൽഹിയിലെ ആഫീസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കി അതിനെ അവസരമാക്കി മാറ്റും എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ കാത്തിരുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണെങ്കിൽ എൻ്റെ നേരത്തെ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. ഇവർക്ക് വളരാൻ പറ്റിയൊരു സ്പേസ് ഏത് ഉത്തരേന്ത്യ സംസ്ഥാനത്താണുള്ളത്? വെറുതെ അങ്ങ് പാർട്ടി ഓഫീസ് തുടങ്ങിയതുകൊണ്ട് മാത്രം കാര്യമല്ലോ. പേരിനെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ ശക്തി തെളിയിക്കാൻ. തമിഴ്നാട്ടിലൊക്കെ ചില പോക്കറ്റ്സിലൊക്കെ ലീഗിൻ്റെതായ പ്രസൻസ് ഉള്ളതായി കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അവിടുത്തെ ഇൻഡെപ്ത് പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്. ഉത്തരേന്ത്യയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലീഗിന് വളരാൻ പറ്റിയൊരു മണ്ണ് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്താണ്? അവിടെ മണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരാൻ പറ്റിയ ജനസംഖ്യാടിസ്ഥാനമായി നമ്മൾ നോക്കാമെങ്കിൽ UPയിലാണ്. മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മുസ്ലിം വോട്ട് ഒരുപാട് വലിയ സാന്നിധ്യമുള്ള. അവിടെ അഖിലേഷ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ട് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇയാളെ അടുപ്പിക്കുമോ, ഇവരെ അടുപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം തന്നെ വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് രാഹുൽ ഗാന്ധിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത് ഈ കോൺഗ്രസിൻ്റെ പതാകയേക്കാൾ കൂടുതൽ ലീഗിൻ്റെ പതാകയായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അന്ന് നടത്തിയൊരു പ്രചരണം ഇത് പാകിസ്ഥാൻ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അമേഠിയിൽ തോക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു. അപ്പം വയനാട്ടിലെ പാകിസ്ഥാൻ പതാക അല്ലെങ്കിൽ ലീഗിൻ്റെ പതാക അതായതായാലും അത് രാഹുൽ ഗാന്ധിക്ക് ശുഭസൂചകമായിരുന്നുവെങ്കിലും അമേഠിയിൽ അത് അശുഭകാരണമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊരു വോട്ടർമാരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ വിഭജനം, അതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ ബലാത്സംഗങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നൊരു ജനതയുടെ മുന്നിലേക്കാണ് പണ്ടത്തെ മുസ്ലിം ലീഗിൻ്റെ
പേരല്ല, ഞങ്ങളിപ്പോൾ പുതിയ ലീഗാണ്, ഞങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലൊക്കെ ഇറക്കിക്കൊണ്ട് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ആ കച്ചവടം അത്ര പെട്ടെന്ന് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിമുട്ടാണ്. കാരണം ഇനി ആ പരിപ്പ് വെന്താൽ ബി ജെ പിക്ക് വലിയ അവസരമാണ് കിട്ടുന്നത്. കാരണം ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ യുണൈറ്റഡ് ആണ്. അത് അവരെ ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അഖിലേഷ് യാദവാണ്, കോൺഗ്രസ് അല്ല, അഖിലേഷ് യാദവാണ്. അപ്പോൾ അഖിലേഷ് യാദവിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കാനേ ലീഗിന് കഴിയത്തുള്ളൂ. അങ്ങനെ ചോർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. തന്നെയല്ല, ലീഗ് അവരുടെ ഘടകകക്ഷിയാണെന്നുള്ളൊരൊറ്റ കാരണം മതി ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടാൻ. അതുകൊണ്ട് ബി ജെ പി ഉത്തരേന്ത്യയിലേക്ക് പിന്നെ ലീഗ് പോകുന്നു എന്നുള്ളത് തന്നെ ഈ ബി ജെ പിയുടെ ശുക്രദശയിലേക്ക് കടന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി തോക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും ജനം അവരെ തോൽപ്പിക്കത്തില്ല, ഒക്കത്തില്ല, നിങ്ങൾ ജയിച്ചേ പറ്റുമെന്ന് പറയും. ഇപ്പോൾ ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ നമ്മൾ മലബാറിലെ മുസ്ലിം പൊളിറ്റിക്സിനെ കുറിച്ച് വിശദമായി സംസാരിച്ച ഒരു വീഡിയോയിൽ താങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇനിയും തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ലീഗിന് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥ വരും. അവർ നാളെ CPM-ൽ മറുകണ്ഠം ചാടും. അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നാളെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇല്ലാതാവുകയും CPM ക്ഷയിച്ച് നാമാവശേഷം ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ BJP നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി പോലും ലീഗ് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് താങ്കൾ തന്നെ ഒരിക്കലും ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി. അതിനൊക്കെ ഇനി സാധ്യത ഉണ്ടോ? ഇപ്പം നിലവിൽ ദേശീയ തലത്തിലേക്ക് ലീഗ് ശക്തി, ഇന്ത്യ മുന്നണി, കോൺഗ്രസ് ഒരു ബാന്ധവം, ലീഗ് വോട്ടിൽ മുസ്ലിം വോട്ടിൽ ഒരു സ്പ്ലിറ്റ്, ഈ രീതിയിൽ പോകുന്ന സാഹചര്യത്തിൽ താങ്കൾ അന്ന് പറഞ്ഞ ഒരു BJP മുന്നണിയുടെ ഭാഗമായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വായനയ്ക്ക് ഇനി സാധ്യത എത്രത്തോളം ഉണ്ട്? നല്ല വലിയ സാധ്യത എങ്ങനെ നമുക്ക് അന്വേഷിച്ച് തള്ളിക്കളയാൻ പറ്റുന്നത്? രാഷ്ട്രീയം കാശ്മീരിലെ PDP, മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ പാർട്ടിയാണ് PDP. അദ്ദേഹമാണ് സൃഷ്ടിച്ച പാർട്ടിയാണ്. അവരുമായിട്ട് അവർ പിന്നെ യോജിച്ച് ഭരണം നടത്തിയില്ലേ. നാഷണൽ കോൺഫറൻസ് BJP-യുമായിട്ട് അധികാരം പങ്കിടാൻ തയ്യാറാണ്. പക്ഷേ ജമ്മുവിലെയും കാശ്മീരിലെയും ജനസംഖ്യ, ഡെമോഗ്രഫിയാണ് അവർക്ക് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം തയ്യാറാണ്, ലീഗ് പിന്നെ BJP-യുമായിട്ട് ചേർന്ന് പോകാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല മുസ്ലിം നേതാക്കന്മാരും BJP-യുമായിട്ട് ചേർന്ന് പോകാനും BJP-യുടെ വികസന രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ അബ്ദുള്ള കുട്ടി പോയതിൻ്റെ കാരണം അതിൻ്റെ പൊളിറ്റിക്കലായിരിക്കാം. പക്ഷേ കോഴിക്കോട് സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം, അദ്ദേഹം BJP സ്വീകരിച്ചതിൻ്റെ അർത്ഥം അത് ദേശീയബോധം കൊണ്ട്, അല്ലാതെ BJP-യിൽ വന്ന് ജയിച്ച് MLA ആകാമോ മന്ത്രിയാകാമെന്നൊന്നും വിചാരിച്ച് അദ്ദേഹം ഒരിക്കലും ചെയ്തതല്ല. കാരണം അത് ഒരു ബുദ്ധിജീവിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മലബാറിൽ തന്നെ ഉദാഹരണമുണ്ട്. പ്രശസ്ത സംവിധായകൻ പിന്നെ അലി അക്ബർ, അദ്ദേഹം പിന്നെ രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ച് തന്നെ ഹിന്ദു ആയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ഹിന്ദുക്കളുടെ വലിയ പകയൊന്നുമില്ല. വളരെ ജനറസ് ആയിട്ട് ചിന്തിക്കുന്ന, ഇന്ത്യ മാറണം, ഒരുപാട് ദേശീയബോധമുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. മനസ്സിലായി. ഇനി അവസാനമായിട്ട് ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പ്രേക്ഷകൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രേക്ഷകന്റെ ചോദ്യം മാത്രമാണ് അല്ലെങ്കിൽ സംശയം മാത്രമാണ് ഈ ഒരു വിഷയം പരിഗണനാ വിഷയമാകുന്നത് തന്നെ അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം അങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുന്നേ ഞാൻ ലീഗിൽ വന്നിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. എന്താണ് നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു സഹൃദയനായ ഒരു എളിയ പ്രവർത്തകൻ പറഞ്ഞത്, നമ്മളവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പണിതു, നമ്മുടെ നേതാക്കന്മാർ അവിടെ പോകുമ്പോൾ കേരള ഹൗസിൽ കിടക്കാനൊന്നും വയ്യ, ഇച്ചിരി അത്യാവശ്യം സൗകര്യമായിട്ട് കിടക്കുക, ജുമായൊക്കെ ഒന്ന് കൂടുക, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യം, നമ്മുടെ പ്രവർത്തകർക്ക് അവിടെ പോകുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ഫെസിലിറ്റേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ കുറച്ച് ഫണ്ടൊക്കെ നമുക്ക് ഏതൊക്കെ വഴിയിലൊന്ന് വിളിപ്പിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ശരിയല്ലേ? അതാണ് ശരി, അതുമാത്രമാണ് ശരി. കാരണം അവിടെ വന്നാൽ ഇഫ്താർ പാർട്ടി നടത്താം. പിന്നെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും പോയി കേരള ഹൗസിൽ താമസിക്കാൻ എപ്പോഴും മുറി കിട്ടത്തില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി താമസിക്കുന്നു. ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ ചിലവുകൾ മാത്രമല്ല, അവർക്ക് രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഒരു പോലീസ് നിരീക്ഷണമോ അതും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൃത്യസമയത്ത് അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും, പ്രാർത്ഥിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള, പിന്നെ സംസാരിക്കാനുള്ള സ്ഥലം കിട്ടും. അതിനപ്പുറത്തോട്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മുസ്ലിമിനെ പിന്നെ ആഹ്വാനം ചെയ്യാൻ പോകുന്നതാരാ? പിന്നെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ആഹ്വാനം ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്നത്, അറബി സംസാരിക്കാൻ ഭംഗിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നത് സമദാനിക്കാണ്. അതിനപ്പുറത്ത് പ്രതീക്ഷയൊന്നും അതിനകത്ത് വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ശരി, ലീഗിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കെട്ടിടം വന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഉടമസ്ഥതയിൽ, മലയാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ പാണക്കാട്, നമ്മുടെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് പാണക്കാട്. അദ്ദേഹത്തിന് നിയന്ത്രണമുള്ള ഒരു ഓഫീസ്, ഒരു കെട്ടിടം ഡൽഹി വരട്ടെ. ലീഗ് ഈ ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് അവിടെ MLA-മാരെ MP-മാരെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഒരു ജനാധിപത്യ ബോധമുള്ള പാർട്ടിയല്ലേ ലീഗ്. അതിനകത്ത് പക്ഷേ അതിനുള്ള അവസരങ്ങൾ
ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. മനസ്സിലായി. വരും ദിവസങ്ങളിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ശേഷം ചർച്ചകളാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.